ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൈകുന്നേരത്തെ ചായക്കൊപ്പവും അതുപോലെ പെട്ടെന്നൊരു ഗസ്റ്റെല്ലാം വരുമ്പോഴും അതുപോലെ നോമ്പിനും എല്ലാം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മുട്ട പപ്സിൻ്റെ റെസിപ്പിയാണ്. അത്രയും ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഓവനും വേണ്ട, അതുപോലെ ഒരുപാട് ടൈം എണ്ണ തേച്ച് മടക്കി വെക്കോ ഫ്രീസറിൽ വെക്കോ അങ്ങനെയൊന്നും വേണ്ട, എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് പറയുന്നില്ല, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു മുട്ട പപ്സ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് മാവൊന്ന് കുഴച്ച് വെക്കാം. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിന് 2 കപ്പ് മൈദയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കപ്പളമൊന്നും വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് കപ്പാണ് ഉള്ളത് അതിലിട്ടാൽ മതി. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്നത് പോലെ. വെള്ളത്തിൻ്റെ ഒരളവൊന്നും ഞാൻ പറയുന്നില്ല, ഓരോ പൊടിക്ക് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് മാവാക്കി എടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂറോളം അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി ഇനി ഇതിലേക്ക് അലലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഞാൻ എടുത്തത് വലിയ ടൈപ്പിലുള്ള വെളുത്തുള്ളിയാണ്, ചെറുതാണെങ്കിൽ ഒരു 5 എടുക്കുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫാക്കാം. അങ്ങനെ ഇതാ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് 25 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫില്ലിംഗ് റെഡിയാകുന്നത് വരെയാണ് ഞാൻ കുഴച്ച് വെച്ചത്. അപ്പോഴത്തേക്ക് നല്ലതുപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചായിട്ട് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. നമ്മൾ ചപ്പാത്തിൻ്റെ അത്ര വേണ്ട, അതിന് കുറച്ച് കുറവായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. അങ്ങനെ ബാക്കിയുള്ള മാവ് മുഴുവനും ഈ ഒരു രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കുക. അങ്ങനെ മാവെല്ലാം ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. 11 ബോൾസാണ് നമുക്ക് കിട്ടിയിനി. ഇനി ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കൗണ്ടർ ടോപ്പിലേക്ക് അല്പം മൈദ തൂക്കി കൊടുക്കുക. എന്നിട്ട് റെഡിയാക്കിയ ബോൾസിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നന്നായിട്ട് കനം കുറച്ചിട്ട് തന്നെ പരത്തി കൊടുക്കുക. പരത്തി എടുത്തിട്ടുണ്ട്, ഈ ഒരു രീതിയിൽ പരത്തി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് ഒരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. ചെയ്ത് കഴിഞ്ഞാൽ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ആദ്യം 2 ഭാഗത്ത് നിന്ന് മടക്കുക, പിന്നെ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി കൊടുത്താൽ മതി. നമ്മൾ മടക്ക് ചപ്പാത്തിയിൽ ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു രീതിയിലൊന്ന് മടക്കി കൊടുക്കുക. അങ്ങനെ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. എല്ലാം ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് നമ്മൾ ആദ്യം മടക്കി വെച്ചത് ആദ്യം എടുക്കുക. അങ്ങനെ പരത്തുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. പരത്തി കൊടുക്കുന്ന സമയത്ത് ആ ഒരു 4 ഭാഗവും കുറച്ച് കനം കുറച്ചിട്ട് തന്നെ പരത്തി കൊടുക്കുക. ആ ഒരു നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കുന്ന ആ ഒരു 4 ഭാഗം ഉണ്ടല്ലോ, അത് കുറച്ച് കനം കുറച്ചിട്ട് പരത്തുക. ബാക്കിയെല്ലാം കുറച്ച് കട്ടിയിലായാലും കുഴപ്പമില്ല, കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മുട്ട ഒന്ന് പുഴുങ്ങിയതിന് ശേഷം തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മുട്ടനെ 2 ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. നമ്മൾ മുട്ട പപ്സിനെല്ലാം അങ്ങനെയാണ് മടക്കുന്നത്, ആ ഒരു രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടി വരും, അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് സെയിം രീതിയിൽ തന്നെ പരത്തി റെഡിയാക്കി എടുക്കാം. എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ടയൊക്കെ വെച്ച് ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കാം. നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എണ്ണയിലിടുന്ന സമയത്ത് ഫില്ലിങ് പുറത്തേക്ക് വരും. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടിയിൽ അല്പം ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടായ ഓയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഞാൻ തിരിച്ചു മറിച്ച് വിട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് സെയിം രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കാം.